എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. എങ്ങനെ ബുദ്ധിപരമായി ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഒരു കാലം വരെയൊക്കെ ക്രെഡിറ്റ് കാർഡുകൾ എന്ന് കേട്ട് കഴിഞ്ഞാൽ പേടിയായിരുന്നു ആളുകൾക്ക്. എന്നാൽ പിന്നീട് ആ ഒരു ലൈൻ ഒന്നും മാറി മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഭയം വേണ്ട, ജാഗ്രത മതി എന്ന ഒരു രീതിയിലേക്കായി. ഇപ്പോൾ ആളുകൾ വളരെയധികം ഫ്രണ്ട്ലി ആയിട്ടാണ് ക്രെഡിറ്റ് കാർഡുകളുമായി മുന്നോട്ടേക്ക് പോകുന്നത്. ചില ആളുകളുണ്ട് ക്രെഡിറ്റ് കാർഡുകൾ എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണമെന്നറിയാതെ പെട്ടുപോകുന്ന ആളുകളുണ്ട്. അത് എല്ലാ ക്രെഡിറ്റ് എന്ന് പറയുന്ന കാര്യത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ക്രെഡിറ്റ് കാർഡുകളുടെ ഗുണങ്ങളെ കുറിച്ചിട്ട് ആദ്യം നമുക്ക് പറയാം. അതിനുശേഷം എങ്ങനെയാണ് ക്രെഡിറ്റ് കാർഡുകൾ ബുദ്ധിപരമായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയാം. ഒന്നാമത്തെ ഗുണം കൺവീനിയൻസ് ആൻഡ് സെക്യൂരിറ്റി ആണ്. നമ്മൾ ഏതൊരു സാധനം വാങ്ങാൻ പോയാലും ഇപ്പോഴത്തെ കാലത്ത് ഒത്തിരിയധികം പണം അതിന് ആവശ്യമുണ്ട്. നമ്മുടെ നാട്ടിലെ പണത്തിന്റെ ഒരു മൂല്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരിയധികം നോട്ട് കെട്ടുകളുമായിട്ട് പോവേണ്ടി വരും. എന്നാൽ ഒരു ക്രെഡിറ്റ് കാർഡ്, നല്ലൊരു ക്രെഡിറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് 5 ലക്ഷം വരെയൊക്കെ ലിമിറ്റ് നൽകുന്നുണ്ട്. അപ്പോൾ ഒരൊറ്റ കാർഡിൽ കുറേയധികം പണം നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡിന്റെ മറ്റൊരു കൺവീനിയൻസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു ആവശ്യം ഒരു പർച്ചേസ് ഉടനെ നടത്തേണ്ടതുണ്ട്, നിങ്ങളുടെ ലാപ്ടോപ്പിന് ഒരു കംപ്ലൈന്റ് ആയി, ഉടനെ ഒരെണ്ണം വാങ്ങേണ്ടതുണ്ട്, നിങ്ങളുടെ വർക്കിനെ ബാധിക്കും, എന്നാൽ സാലറി അടുത്ത മാസമേ വരത്തുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പണം കൊടുത്ത് ലാപ്ടോപ്പ് വാങ്ങാം. അടുത്ത മാസം ശമ്പളം വരുന്ന സമയത്ത് തിരിച്ചടച്ചാൽ മതി. അങ്ങനെ നമുക്കൊരു സാവകാശം കിട്ടുന്നു. ശമ്പളം വരുന്ന സമയത്ത് കാർഡിലേക്ക് ആ ഒരു പണം തിരിച്ചടയ്ക്കുന്നു. 30 ദിവസത്തിനുള്ളിൽ തിരിച്ചടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരുവിധ എക്സ്ട്രാ പേയ്മെന്റും കാർഡിലേക്ക് ചെയ്യേണ്ടി വരില്ല. അല്ല, നിങ്ങൾക്ക് പണം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ചെറിയ ചാർജസ് ഒക്കെ, പ്രോസസിംഗ് ചാർജസ് ഒക്കെ അതിന്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ ഇതൊരു കൺവീനിയൻസ് ആണ്. ഇനി സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം എന്താണ്? അതും വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഈ പണമൊക്കെ ആയിട്ട് ഒത്തിരി സഞ്ചരിക്കുന്ന സമയത്ത് ആ ഒരു പണം നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്, നമ്മളെ ആളുകൾ ആക്രമിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈവൻ ഡെബിറ്റ് കാർഡിൽ നിന്ന് പോലും ഭീഷണിപ്പെടുത്തി പണം അടിച്ചുകൊണ്ട് പോകുന്ന ആളുകളുണ്ട്. എന്നാൽ ക്രെഡിറ്റ് കാർഡ് ഭൂരിപക്ഷം കേസുകളിലും നമുക്ക് പർച്ചേസിന് മാത്രമാണ് ഉപകരിക്കുക. അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡുകളിൽ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ATM വിഡ്രോവലൊക്കെ വേണമെങ്കിൽ ഓഫ് ചെയ്തിടാം. ഡെബിറ്റ് കാർഡിൽ നമ്മൾ വിഡ്രോവൽ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു പർപ്പസ് മീറ്റ് ചെയ്യത്തില്ലല്ലോ. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡിന്റെ ഒരു കൺവീനിയൻസും സെക്യൂരിറ്റിയും തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു സംഗതി. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഗുണം റിവാർഡ്സ് ആൻഡ് ഡിസ്കൗണ്ട്സ് ആണ്. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കാർഡുകൾ മാറി മാറി പരീക്ഷിക്കുന്നത് ഈ ഡിസ്കൗണ്ടുകൾ കണ്ടിട്ടാണ്. ഓരോ പർപ്പസിനും, ഓരോ സ്ഥിരമായിട്ടുള്ള പർച്ചേസിനും ഒരു ടൈപ്പ് കാർഡ് എന്നുള്ള ഒരു രീതിയിലേക്ക് ആളുകൾ വന്നിട്ടുണ്ട്. നമ്മൾ ഡെയിലി സൊമാറ്റോയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യാറുണ്ട്, മിന്ത്രയിൽ നിന്ന് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാറുണ്ട്, ബുക്ക് മൈ ഷോയിൽ നിന്നിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാറുണ്ട്. എന്നാൽ കമ്പനികൾ നൽകുന്ന ഓഫർ അല്ലാതെ അധികമായിട്ടൊന്നും കിട്ടാറില്ല. അങ്ങനെ അധികം ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ ആഗ്രഹമുള്ള ആളുകൾക്ക് ഞാനൊരു കിടിലൻ ക്രെഡിറ്റ് കാർഡിനെ പരിചയപ്പെടുത്താം. ആക്സിസ് ബാങ്കിന്റെ നിയോ ക്രെഡിറ്റ് കാർഡ്. നിയോ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ സൊമാറ്റോയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് 40% ഡിസ്കൗണ്ട് ഉണ്ട്. ബുക്ക് മൈ ഷോയിൽ നിന്നിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് 10% ഡിസ്കൗണ്ട് ഉണ്ട്. തെരഞ്ഞെടുത്ത ചില സ്റ്റൈലുകൾക്ക് മിന്ത്രയിൽ അഡീഷണൽ 150 റുപ്പീസ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും. ഇതൊന്നുമല്ലാത്ത മറ്റു ചില ഡിസ്കൗണ്ടുകളെ ഞാൻ പരിചയപ്പെടുത്താം. മൊബൈൽ, ബ്രോഡ്ബാൻഡ്, DTH പോലുള്ള യൂട്ടിലിറ്റി ബില്ലുകളിൽ നിങ്ങൾക്ക് 5% ഡിസ്കൗണ്ട്. ബ്ലിങ്കിറ്റിൽ കുറഞ്ഞത് 750 രൂപ ചെലവഴിക്കുകയാണെന്നുണ്ടെങ്കിൽ 10% ഡിസ്കൗണ്ട്. തിരഞ്ഞെടുത്ത റെസ്റ്റോറന്റുകളിൽ നിയോ കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15% ഡിസ്കൗണ്ട്. ഇതുകൂടാതെ ഓരോ പർച്ചേസിനും ധാരാളം റിവാർഡ് പോയിന്റുകൾ നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും. ഇതൊരു ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ്. കമ്പനി അവകാശപ്പെടുന്നത് 10,000 രൂപ വരെ നിങ്ങൾക്ക് ഒരു വർഷം സേവ് ചെയ്യാൻ പറ്റും ആക്സിസ് ബാങ്കിന്റെ നിയോ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു കാർഡിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ലിങ്കിൽ കയറി നിങ്ങളുടെ വിശദാംശങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ലഭിക്കുന്നതാണ്. വീഡിയോയിലേക്ക് തിരികെ വന്നാൽ റിവാർഡ്സ് ആൻഡ് ഡിസ്കൗണ്ട്സ് അതിനെക്കുറിച്ചിട്ട് പറയുമ്പോൾ ഇന്റഗ്രേഷനിൽ നിന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് തുടങ്ങിയ ആ ഒരു കാലഘട്ടങ്ങളിൽ എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറേ കഴിഞ്ഞ് ഞാൻ പല ക്രെഡിറ്റ് കാർഡുകളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. കുറേ കഴിഞ്ഞ് എൻ്റെ ആദ്യത്തെ ക്രെഡിറ്റ് കാർഡിന്റെ റിവാർഡ് പോയിന്റുകൾ റിഡീം ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടി. ഡേക്കാത്തലോണിൽ നിന്നിട്ട് എനിക്ക് അറൗണ്ട് 8,000-ന്റെ ബില്ല് ഈ റിവാർഡ് പോയിന്റുകൾ വഴി ഓഫറിൽ കൊടുക്കാൻ പറ്റി. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. അതിൽ പിന്നെ ഞാൻ റിവാർഡ് പോയിന്റുകൾ എപ്പോഴും ഇങ്ങനെ സേവ് ചെയ്ത് വെക്കും. അന്ന് ഞാൻ കാണിച്ചൊരു മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിവാർഡ് പോയിന്റുകൾ നമ്മളുടെ ഒരു പർച്ചേസിന് മുന്നേ കൂട്ടി തന്നെ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ സേവ് ചെയ്ത് വെക്കുക. ശരിക്കും അന്ന് ഡീക്കാത്തോണിൽ നിന്നിട്ട് വാങ്ങിച്ച സംഭവങ്ങൾ എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ടുള്ള പർച്ചേസുകളായിരുന്നില്ല. പിന്നീട് വളരെ അത്യാവശ്യമുള്ള ചില സാധനങ്ങൾ വാങ്ങേണ്ട വന്ന സമയത്ത് ഞാൻ പൈസ കൊടുത്ത സമയത്താണ് വിചാരിച്ചത് നമ്മൾ വളരെയധികം സേവ് ചെയ്ത് വെക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ റിവാർഡ് പോയിന്റുകൾ നല്ല ചില പർച്ചേസുകൾക്ക് ഉപയോഗിക്കായിരുന്നു. അത് പിന്നീട് എങ്ങനെ ഇതിനെ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യാം എന്നുള്ള ഒരു സെഷനിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നീട് ഉള്ള ഒരു സംഗതി ഡിസ്കൗണ്ട്സ് ആണ്. ഡിസ്കൗണ്ട്സ് ഇപ്പോൾ പല കാർഡിനും പല ഡിസ്കൗണ്ട്സ് ആണ്. ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട്സ് നമുക്ക് റിഡീം ചെയ്യാനായിട്ട് പറ്റുന്നത് ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്താണ്. ഈ ഫുഡ്
ഓർഡർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ ഡിസിപ്ലിനെ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്ന ഒരു സംഗതിയാണ്. എന്നാലും അടിയന്തര ഘട്ടങ്ങളിൽ നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ പണം സേവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഈ ബാച്ചിലേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കുറേ സാധനം പർച്ചേസ് ചെയ്ത് വെക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വല്ലപ്പോഴും പർച്ചേസ് ചെയ്യുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു സംഗതിയിലേക്ക് വരാം, ബിൽഡിംഗ് ക്രെഡിറ്റ് ഹിസ്റ്ററി. നമുക്ക് ഈ ക്രെഡിറ്റ് ഹിസ്റ്ററിയുടെ ഒരു ഇമ്പോർട്ടൻസ് പലപ്പോഴും അറിയത്തില്ല. നമ്മളിൽ പല ആളുകളും വിചാരിക്കുന്നത് എൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു, നാളെ ഞാൻ കടമെടുക്കില്ല, ഞാൻ ഇനി കടമേ എടുക്കില്ല. പക്ഷെ നമ്മൾ പുരോഗതിയാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മൾ കുറച്ചും കൂടെ വളരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ലോണൊക്കെ കൂടിയേ തീരത്തുള്ളൂ. അതൊരു കാർ ലോൺ ആയിരിക്കാം, അതൊരു ഹോം ലോൺ ആയിരിക്കാം, നിങ്ങൾ പുതിയ ഫ്ലാറ്റ് എടുക്കുന്ന ലോൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഹോം അപ്ലയൻസസ് വാങ്ങുന്ന ലോൺ ആയിരിക്കാം. ഇവിടെ എല്ലാം നിങ്ങൾക്ക് നല്ലൊരു ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ മാത്രമേ ലോൺ അപ്രൂവ് ആകത്തുള്ളൂ. ഈ ക്രെഡിറ്റ് കാർഡ് മര്യാദയ്ക്ക് യൂസ് ചെയ്യുന്ന, മാസം മാസം കറക്റ്റായിട്ട് അതിൻ്റെ എമൗണ്ട് അടയ്ക്കുന്ന ആളുകൾക്ക് നല്ല ക്രെഡിറ്റ് ഹിസ്റ്ററി ലഭിക്കാറുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് എമർജൻസി ഫണ്ടിങ്. എപ്പോഴും സാമ്പത്തിക വിദഗ്ധർ നമ്മളെ ഉപദേശിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളുടെ ശമ്പളത്തിൻ്റെ 6 മടങ്ങ് എപ്പോഴും എമർജൻസി ഫണ്ടായിട്ട് കരുതി വെക്കുക. ഒരു പരിധി വരെയൊക്കെ ആളുകൾ അത് ട്രൈ ചെയ്യാറുണ്ട്, വിജയിക്കാറുണ്ട്. എന്നാലും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പലപ്പോഴും അത് മാനേജ് ചെയ്യാനായിട്ടൊന്നും പറ്റിയെന്ന് വരില്ല. അങ്ങനെ ഒരു സമയത്ത് ഒരു കോൺഫിഡൻസ് ആണ് കയ്യിൽ ക്രെഡിറ്റ് കാർഡിലെ ഒരു ഫണ്ട് ഉള്ളത്. ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു ആവശ്യം വരികയാണ്, ഒരു ഹോസ്പിറ്റൽ കേസ് വരികയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ കുടുംബവുമായിട്ട് ഒരു യാത്ര പോകേണ്ടി വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നിങ്ങളുടെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് ഉപകരിക്കും. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ കൺവീനിയൻസ് ആൻഡ് സെക്യൂരിറ്റി ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഈ പേഴ്സിൽ ഒരു ക്രെഡിറ്റ് ലിമിറ്റുള്ള, നല്ല ലിമിറ്റുള്ള ഒരു കാർഡ് വെക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് വേറെയാണ്. നമ്മളതുകൊണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മളുടെ കയ്യിൽ പണമുണ്ട് എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ്, അതിപ്പം എനിക്ക് തോന്നുന്നു എസ്പെഷ്യലി ബോയ്സിന് അതിൻ്റെ ഒരു ഫീല് അറിയായിരിക്കുമല്ലോ. പണമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും പല ഇടത്തും പോകുന്ന സമയത്ത് അത്ര ഒരു ആത്മവിശ്വാസം ഉണ്ടാവാറില്ല. എന്നാൽ കയ്യിൽ നമ്മളുടെ കയ്യിൽ അത്യാവശ്യം ക്രെഡിറ്റ് കാർഡെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലയിടത്ത് അതൊരു കോൺഫിഡൻസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ട്രൈ ചെയ്യാനായിട്ടൊക്കെ ഉള്ള ഒരു ധൈര്യം ഉണ്ടാവും. നിങ്ങളൊരു ഡേറ്റിന് പോവുകയാണ്, അപ്പോൾ കയ്യിൽ കുറച്ച് പൈസ മാത്രം വെച്ചിട്ട്, അതിപ്പോൾ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും പോകുന്ന സമയത്ത് അത്ര കോൺഫിഡൻസ് ഉണ്ടാവില്ല. എന്നാൽ നിങ്ങളുടെ കയ്യിൽ ഒരു കാർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് നല്ലൊരു റെസ്റ്റോറൻറ്റിലേക്ക് നിങ്ങളുടെ പാർട്ണറെ ക്ഷണിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഡേറ്റ് മൊമെന്റ്സ് എന്ന് പറയുന്നത്, ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് പിന്നീട് തിരിച്ചു കിട്ടില്ല, നമ്മളുടെ ഒരു ദിവസവും പിന്നീട് തിരിച്ചു കിട്ടുന്നതല്ല. അപ്പം അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇതെല്ലാം തിരിച്ചടയ്ക്കണം, അല്ലെങ്കിൽ ഉള്ള കോൺഫിഡൻസ് പോകും. എഫക്റ്റീവായി എങ്ങനെ ക്രെഡിറ്റ് കാർഡുകൾ യൂസ് ചെയ്യാം എന്നുള്ള ചില സ്ട്രാറ്റജീസ് പറയാം. ഒന്നാമത്തേത് പേ യുവർ ബാലൻസ് ഇൻ ഫുൾ. ഞാൻ മുന്നേ തന്നെ പറഞ്ഞിരുന്നു, എല്ലാ മാസവും നിങ്ങളുടെ ബിൽ എമൗണ്ട് മുഴുവനായിട്ട് തന്നെ തിരിച്ചടയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഈ മിനിമം ഡ്യൂ എമൗണ്ട് അടയ്ക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ എടുക്കുന്ന ഒരു ലോൺ പോലെയൊന്നുമല്ല, നല്ല ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. 30-34% 28-34% ബാക്കിയുള്ള എമൗണ്ടിന് അവർ ചാർജ് ചെയ്യുന്നത്. അതുകൂടാതെ GST, ബാക്കിയുള്ള ചാർജസ് എല്ലാം കൂടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ഒരു തുക അടുത്ത തവണ ബില്ലിനൊപ്പം കയറി വരും. അതുകൊണ്ട് തന്നെ ഫുൾ എമൗണ്ട് പേ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫുൾ എമൗണ്ട് പേ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു ബേർഡൻ, അല്ലെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഫീല് ഉണ്ടാവില്ല. അടുത്തത് നമ്മളുടെ സ്പെൻഡിങ്ങിനെ മോണിറ്റർ ചെയ്യുക. നമ്മളുടെ കയ്യിൽ കോൺഫിഡൻസ് ഉണ്ട്, നമ്മളുടെ കാർഡിൽ ലിമിറ്റ് ഉണ്ട് എന്ന് വെച്ച് നമ്മൾ എല്ലായിടത്തും പോയി കാർഡ് ഇങ്ങനെ ഇപ്പം സ്കാൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ സ്പെൻഡിങ് ലിമിറ്റ് ഇങ്ങനെ കൂടി പോകും. ആവശ്യങ്ങൾ എപ്പോഴും മനുഷ്യന്മാർക്കുണ്ട്. നമുക്കൊരു 1 ലക്ഷം രൂപ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് അത്ര കൂടെ കയറ്റി വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അപ്പോൾ അത് നമ്മൾ ബുദ്ധിപരമായിട്ട് തന്നെ ചെയ്യുക. പിന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ഗുണമായിട്ട് ഞാൻ കണ്ടത്, ഇപ്പോൾ UPI കൂടെ വന്നപ്പോഴത്തേന് ഈ നമ്മളുടെ ഡെബിറ്റ് അക്കൗണ്ടുകളിൽ നിന്നിട്ട് ഇങ്ങനെ UPI ട്രാൻസാക്ഷൻ അടിച്ച് ടാക്സ് ഒക്കെ ഫയൽ ചെയ്യുന്ന സമയത്ത് അത് വലിയ ബുദ്ധിമുട്ടാവാറുണ്ട്. എന്നാൽ ക്രെഡിറ്റ് കാർഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു ചെറിയ ലിമിറ്റുള്ള ക്രെഡിറ്റ് കാർഡ് അതിനുവേണ്ടി മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കടകളിലും ഗൂഗിൾ പേ സ്കാൻ ചെയ്ത് അയക്കുകയും ചെയ്യാം. മന്ത് എൻഡിൽ നമ്മളുടെ ആ ഒരു ചെലവുകൾ ബില്ലായിട്ടിങ് വരുമല്ലോ. ഇപ്പം നമ്മൾ കണക്ക് കൂട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ കണക്ക് കൂട്ടിയിട്ട് നമുക്ക് അയച്ചോളുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംഗതിയുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കുക. പിന്നെ ഉള്ളത് ചൂസ് ദ റൈറ്റ് കാർഡ് എന്നുള്ളതാണ്. എനിക്കൊരു മണ്ടത്തരം പറ്റി. എന്നോട് ഒരു ക്രെഡിറ്റ് കമ്പനിക്കാരൻ വിളിച്ചിട്ട് എന്നെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് എനിക്കൊരു കൂടിയ ഓഫറുകളുള്ള കുറേ ലോഞ്ചിലൊക്കെ, നമ്മൾ എയർപോർട്ട് ലോഞ്ചിലൊക്കെ പോയിരിക്കാൻ പറ്റുന്ന ഓഫറുകളുള്ള ഒരു കാർഡ് കെട്ടിയേൽപ്പിച്ചു. അത് ഇയർലി 3000 രൂപ സർവീസ് ചാർജ് ഉള്ള ഒരു കാർഡാണ്. എനിക്കതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, ഞാൻ അത്രത്തോളം വളർന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആൾ അതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്തോ ഒരു കാര്യം ഞാൻ അറിയാതെ പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കൺസെൻ്റ് ആയിട്ട് അവരതിനെ റെക്കോർഡ് ചെയ്ത് എനിക്ക് ആ കാർഡ് ഡെലിവറി ചെയ്തു. അതൊരു വലിയ തലവേദനയാണ്. ഈ കാർഡ് തിരിച്ച് നമ്മുടെ പഴയ ഓപ്ഷനിലേക്ക് മാറ്റാനായിട്ട് ഞാൻ
പല മെയിൽ അയച്ചിട്ടും ഒരു റിപ്ലൈ എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളെ കരുതി മാത്രം ഒരു കാർഡ് ചൂസ് ചെയ്യുക. അവർ കൂടിയ കാർഡുകളൊക്കെ പറയും, ബേസ് തൊട്ട് ഒത്തിരി കൂടിയ കാർഡുകൾ വരെ ഉണ്ട്. നമ്മൾ മര്യാദയ്ക്ക് സ്പെൻഡ് ചെയ്യുന്നത് കാണുന്ന സമയത്ത് അവർ നമുക്ക് കൂടിയത് തല വെച്ച് തരാൻ ശ്രമിക്കും. നിങ്ങളുടെ ആവശ്യത്തിന് ഉതകുന്ന ഒരു കാർഡ് മാത്രം എടുക്കുക. നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാനാണ് കൂടുതൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാർഡ് എടുക്കുക. നിങ്ങൾ ഓൺലൈൻ ഷോപ്പിംഗ് ആണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ ഡിസ്കൗണ്ടുകൾ നൽകുന്ന ഒരു കാർഡ് എടുക്കുക. ഫ്യൂൽ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു കാർഡ് എടുക്കുക. അടുത്തത് ലിമിറ്റ് ദ നമ്പർ ഓഫ് കാർഡ്സ്. നിങ്ങൾക്ക് ധാരാളം കാർഡുകൾ പല കമ്പനികൾ തരും. പക്ഷെ പല കമ്പനികൾ പല കാർഡുകൾ തരുന്ന സമയത്ത് അവരുടെ സ്നേഹം കൊണ്ടല്ല തരുന്നത്. നിങ്ങൾക്കൊരു ഓവറോൾ ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡുകൾ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പേഴ്സണൽ ലോണുകൾ എന്നുള്ള രീതിയിൽ 5 ലക്ഷം രൂപ കിട്ടുമെന്നുണ്ടെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്താണ് പല ആളുകളും തരുന്നത്. അപ്പോൾ നിങ്ങളൊരു 10 കാർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 കാർഡിലും വളരെ തുച്ഛമായിട്ടുള്ള ലിമിറ്റേ ഉണ്ടാകത്തുള്ളൂ. കാർഡുകളുടെ എണ്ണം കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാർഡിൽ തന്നെ നല്ല ലിമിറ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് പല കാർഡുകളുടെ ചാർജുകൾ അടച്ച് വലയേണ്ടി വരില്ല. അതേപോലെ തന്നെ പല കാർഡുകളുടെയും പല ബിൽ ഡ്യൂ ഡേറ്റുകളാണ്. അപ്പോൾ എല്ലാ മാസവും നിങ്ങൾക്ക് ബില്ലടയ്ക്കുക, അങ്ങനെയുള്ള പരിപാടികൾ വരും. അതേപോലെ ഇത്രയധികം കാർഡുകൾ, അതിൻ്റെ ചിലവുകൾ, കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളുടെ ആ ഒരു മോണിറ്ററിങ്ങിൽ നിന്നും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്തത് യൂസ് യുവർ റിവാർഡ്സ് വൈസ്ലി. ഞാൻ മുന്നേ പറഞ്ഞൊരു സംഗതി, റിവാർഡ് പോയിന്റുകൾ റിഡീം ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓടിപ്പോയി ഒന്നും പർച്ചേസ് ചെയ്യാതിരിക്കുക. റിവാർഡ് പോയിന്റുകൾ വളരെയധികം നല്ല രീതിയിൽ സൂക്ഷിച്ച് വയ്ക്കുക. എനിക്ക് അങ്ങനെ ഒരു മണ്ടത്തരം പിന്നീട് എനിക്ക് നഷ്ടം എന്നുള്ളൊരു ഫീൽ അടിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. റിവാർഡ് പോയിന്റുകൾ എപ്പോഴും ഇങ്ങനെ എടുത്ത് നോക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു സാധനം ഫിക്സ് ചെയ്ത് വയ്ക്കുക. ഞാൻ ഇന്ന സമയത്ത് ഈ റിവാർഡ് പോയിന്റുകൾ ഇത്രത്തോളം എത്തുകയാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങാം. അപ്പോൾ അത് നമ്മുടെ ഒരു ടാർഗറ്റായിട്ട് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിസിപ്ലിൻ അതുമായി ബന്ധപ്പെട്ടുണ്ടാവും. അപ്പോൾ അല്ലാതെ റിവാർഡ് പോയിന്റുകൾ കമ്പനികൾ ഇങ്ങനെ പറയും, നിങ്ങൾക്ക് ഇത്ര റിവാർഡ് പോയിന്റുകളുണ്ട്, ഈ ചെരുപ്പ് വാങ്ങുക, ആ ഗാഡ്ജറ്റ് വാങ്ങുന്നൊക്കെ പറയും. അപ്പോൾ അത് നമ്മൾ വളരെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യുക. അടുത്തത് അവോയ്ഡ് ക്യാഷ് അഡ്വാൻസസ്. നിങ്ങൾ മാക്സിമം ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പണം പിൻവലിക്കാതിരിക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ ഇപ്പോൾ റെൻറ്റ് പേയ്മെൻറ്റ് കൊടുക്കാറുണ്ട്, ക്രെഡിറ്റ് വഴിയൊക്കെ അങ്ങനെ നൽകാറുണ്ട്, പല ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. വലിയ ചാർജസ് ആണ്. GSTയും അതേപോലെ തന്നെ ചാർജസും കാര്യങ്ങളൊക്കെ വലിയ ചാർജസ് ആണ്. അതേപോലെ ഇതിനകത്ത് ഏറ്റവും പിന്നിലിരിക്കുന്ന ഒരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു അക്കൗണ്ടിലേക്ക് റെൻ്റ് എന്ന് പറഞ്ഞ് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ഇൻകമായിട്ടാണ് വരുന്നത്. ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് അതൊരു വലിയ തലവേദനയായിട്ട് അക്കൗണ്ടൻറ്റ് പറയാറുണ്ട്. അത് പിന്നീട് പണിയാവാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നും ഇങ്ങനൊരു സൂചന കിട്ടി. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അറിയാവുന്ന ആളുകളൊന്ന് പറയുക. അപ്പോൾ ഈ പണം എടുത്തു കഴിഞ്ഞാൽ അതിന് ചാർജസ് വളരെ കൂടുതലാണ്. 30% ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. പണം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത്ര ബുദ്ധിമുട്ട് വരുന്ന സമയത്താണ് പണമായിട്ട് എടുക്കുന്നത്. തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ നഷ്ടമാണ്. നമുക്കതിൻ്റെ ചാർജസും കാര്യങ്ങളൊക്കെ, ഈ ചാർജസും അടച്ച് അത് കഴിഞ്ഞ് നമ്മളിതിൻ്റെ ബില്ലടച്ചില്ലെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റും അടച്ച്. ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നിങ്ങൾ ഒരു തവണ പണം എടുത്തു കഴിഞ്ഞാൽ, എൻ്റെ സുഹൃത്തുക്കളുടെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, തിരിച്ച് പഴയ ട്രാക്കിലേക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ പരിധിയിൽ നിൽക്കുക. നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റിൻ്റെ പരിധിയിൽ നിൽക്കുക. നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റിൻ്റെ 75% നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാന്യമായിട്ടുള്ള ഒരു രീതി, ബുദ്ധിപരമായിട്ടുള്ള ഒരു രീതി. നിങ്ങൾക്കിപ്പോൾ 1 ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ട്, കാർഡിലുണ്ട് എന്നുണ്ടെങ്കിൽ 75,000 രൂപയ്ക്ക് മുകളിൽ ചിലവാക്കാതിരിക്കുക എന്നുള്ളതാണ് നല്ല ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ ക്രെഡിറ്റ് പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾക്ക് നല്ലത്. ചില ആളുകൾ 90 പോവും, 95 പോവും, 99 പോവും, അവസാനം മൊത്തം തീർക്കും. അതുകൂടാതെ ഓവർ ലിമിറ്റ് ഫെസിലിറ്റിയൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഓവർ ലിമിറ്റ് എന്ന് പറയുമ്പോഴത്തേന് അതിൻ്റെ ചാർജസ് ഭീകരമാണ്. അതേപോലെ ഇപ്പോൾ നിങ്ങൾ 1 ലക്ഷം രൂപയുടെ ഒരു സംഭവം വാങ്ങുകയാണ്, നിങ്ങളുടെ കാർഡിൽ 95 രൂപയേ ഉള്ളൂ. അപ്പം ബാക്കി 5,000 രൂപ ഓവർ ലിമിറ്റ് ആയിട്ട് പോകും. അപ്പോൾ അതിൻ്റെ ചാർജസ് ഭീകരമാണ്. അപ്പോൾ നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വാങ്ങുന്ന പർച്ചേസിൽ നമ്മൾ വല്ല ഡിസ്കൗണ്ടിലൊക്കെയാണ് കടയിൽ നിന്ന് സാധനം വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അത് മുതലാവില്ല. അപ്പോൾ ഈ പല തുള്ളി പെരുവെള്ളം ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ആദ്യഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ ഒത്തിരി സാധനമൊക്കെ വാങ്ങിച്ച് അതിൻ്റെ ചാർജസ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത്, ഒരു മാസം എങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനെ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അവിടെ ഇവിടെ ചാർജസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 12,000 രൂപയൊക്കെ മാറുന്ന സാഹചര്യങ്ങളുണ്ട്, നല്ല യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ. എന്നാൽ ബുദ്ധിപരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2,000, 3,000 ഒക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിനെ വളരെ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യുക. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആക്സിസ് ബാങ്ക് നിയോ കാർഡൊക്കെ അത്യാവശ്യം നല്ല ഓഫറുകൾ നൽകുന്ന ഒരു കാർഡാണ്. അത്തരത്തിലുള്ള ഡിസ്കൗണ്ടുകൾ, ഓഫറുകളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിയോ കാർഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിശദാംശങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാർഡ് ലഭിക്കുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.